2 ദിനവൃത്താന്തം 21 അധ്യായം. അഹസിയ. അറബികളോട് കൂടി വന്ന അക്രമി സംഘം യഹോറാമിൻ്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായെ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിൻ്റെ മകൻ അഹസിയ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു. ആഹാബ് ഭവനത്തെ പോലെ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം ആഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ. അത് അവൻ്റെ അധഃപതനത്തിന് കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിൻ്റെ മകനുമായ യോറാമിനോട് കൂടെ റാമോത്ത് ഗിലെയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസിയ ആഹാബിൻ്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിൽ എത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസിയായുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവൻ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാ പ്രഭുക്കന്മാരെയും അഹസിയായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി. അവൻ അവരെ വധിച്ചു. സമരിയായിൽ ഓടിയൊളിച്ച അഹസിയായെ അവർ തെരഞ്ഞുപിടിച്ച് യേഹുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വധിച്ചു. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന യഹോഷാഫാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസിയ കുടുംബത്തിൽ അവശേഷിച്ചില്ല. അത്താലിയ രാജ്ഞി. പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസിയായുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷബെയാത്ത് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിൻ്റെ മകളും അഹസിയായുടെ സഹോദരിയും യഹോയാദ പുരോഹിതൻ്റെ ഭാര്യയും ആയ യഹോഷബെയാത്ത് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. 6 വർഷം അവൻ അവരോട് കൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. കർത്താവിൻ്റെ വചനം.